പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ഇഡി. ആദ്യഘട്ട കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കും. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കുറ്റപത്രം. ഇഡി കൊച്ചി സോണലിലെ വിവിധ യൂണിറ്റുകൾ അന്വേഷിച്ച 50 കേസുകളിലാണ് ഈ മാസം കുറ്റപത്രം നൽകുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ കഴിഞ്ഞ മാസം ഇഡി ഉദ്യോഗസ്ഥർ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തത്. 1000 കോടിയോളം രൂപയായിരുന്നു ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളുമെല്ലാം പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികൾ തട്ടിയെടുത്തിരുന്നത്. 8000-ഓളം പരാതികളുള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ക്രൈംബ്രാഞ്ച് തുടക്കത്തിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. അനന്തകൃഷ്ണനെ 1-ാം പ്രതിയും NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെ 2-ാം പ്രതിയുമാക്കിയായിരുന്നു ക്രൈംബ്രാഞ്ച് കേസ്. ക്രൈംബ്രാഞ്ച് FIR അടിസ്ഥാനമാക്കിയാണ് ഇഡിയും കേസെടുത്തത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തകൃഷ്ണൻ വൻതോതിൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങാനായി അഡ്വാൻസുകളും കൈമാറിയതാണ്. ഇരുചക്ര വാഹനങ്ങൾക്കായി പണം കൈമാറി കബളിപ്പിക്കപ്പെട്ട നിരവധി പേരുടെ മൊഴികളും ഇഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി സോണൽ ഓഫീസിലെ 4 യൂണിറ്റുകൾ അന്വേഷണം പൂർത്തിയാക്കിയ 50 കേസുകളിൽ ഈ മാസം അവസാനം കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. കോഴിക്കോട് സബ് സോണിലെ 10ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. രാജ്യത്താകെ 700 കേസുകളിലാണ് വിവിധ കോടതികളിൽ ഇഡി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ജനം, കൊച്ചി.